എന്തോരു ചൂടായത്. എന്റെ ദൈവമേ, എനിക്കാണ് ഇനി ഷർട്ടും തയ്ക്കാനുണ്ട്. ഓ, എന്തുവായാലും എനിക്കിപ്പോ ഒരു മനസമാധാനമുണ്ട്. എന്റെ ചേട്ടൻ കുടി നിർത്താൻ വേണ്ടിയിട്ട് ഡി അഡിക്ഷൻ സെന്ററിൽ പോകാന്ന് പറഞ്ഞു. അത് തന്നെ എന്തൊരു സമാധാനമാ. ഹലോ രമ്യേ, പറയടി. ഒരു ഇച്ചിരി തിരക്കടി മോളെ. എടി നീ അറിഞ്ഞോ? എടി എന്റെ ചേട്ടൻ കുടി നിർത്താൻ വേണ്ടി ഡി അഡിക്ഷൻ സെന്ററിൽ പോകാന്ന് സമ്മതിച്ചടി. ആ, എത്ര കാലം കൊണ്ട് ഞാൻ പറയുവാന്ന് നിനക്കറിയാവോ? പണ്ട് ഞാൻ ഇങ്ങനെ ഒരു പള്ളിയിൽ ധ്യാനം കൂടാൻ വേണ്ടി വിട്ടതാ കുടി നിർത്താൻ. അവിടെ ചെന്നിട്ടോ എടി അച്ഛന്റെ മുറിയിൽ ഇരുന്ന ഫ്രൂട്ട്സ് എടുത്ത് അത് വാറ്റി കുടിച്ച മനുഷ്യനായത്. ഇങ്ങനെയൊക്കെ നമ്മൾ എന്തോ ചെയ്യാനാടി? അയ്യോ എടി മോളെ, കുഞ്ഞ് കരയുന്നടി. ഞാനേ നിന്നെ ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം കേട്ടോ. നീ ഫോൺ വെച്ചോ. തക്കിടുമുത്ത ഉണന്നോടാ. ചക്കര ബാബു ഉണന്നോ? അയ്യോ ഇച്ചി മുള്ളിയോ. നമുക്കേ ഈ സ്നഗ്ഗിയൊക്കെ മാറ്റി പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാവേ. എന്റെ മക്കൾ ഇവിടെ കിടന്ന് ഉറങ്ങണം കേട്ടോ. എന്റെ പൊന്നു മനുഷ്യ, കുറെ നേരം ആയല്ലോ നിങ്ങൾ അവിടെ കിടന്ന് ഒരുങ്ങി വരാൻ തുടങ്ങിയിട്ട്. ബസ് ഇപ്പൊ അതിന്റെ പാട്ടിന് പോകും. ദേ, ഞാൻ ഷർട്ട് ഇവിടെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ എടുത്തോണ്ട് പെട്ടെന്ന് പോകാൻ നോക്ക്. ഞാൻ ഡി അഡിക്ഷൻ സെന്ററിൽ പോണോടി. പോണോന്നോ? പൊക്കോണം. എടി ഞാൻ ഇവിടെ നിന്ന് നന്നായിക്കോളാം. അയ്യോ, ഇത് കൊറേ വർഷം കൊണ്ട് ഞാൻ കേട്ടോണ്ടിരിക്കോ. നിങ്ങൾ അവിടെ പോയങ്ങ് നന്നായാ മതി. എടി നിന്നാണ് സത്യം. അയ്യോ എന്റെ തലയിലൊന്നും തൊട്ട് സത്യം ചെയ്തേക്കല്ലേ. മുഴുവൻ ഡൈയായി. നമ്മുടെ കുഞ്ഞാണ് സത്യം. എന്റെ കുഞ്ഞിനെ തൊട്ട് സത്യം ചെയ്യല്ലേ. നിങ്ങൾ ഇന്ന് ഡി അഡിക്ഷൻ സെന്ററിൽ പോയില്ലെങ്കിൽ ഞാൻ പോവും. എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം. എടി അവിടെ ചെന്നാൽ 6 മാസം നിൽക്കണം. ഈ 6 മാസം ഞാൻ നിന്നെ കുഞ്ഞിനെ കാണാതെ എനിക്ക് പറ്റത്തില്ല. അയ്യോ, ഒരു മുതുക്ക് കുഞ്ഞുവാവ നിന്ന് കൊഞ്ചി കൊഴയുന്നു. ബസ് വരുന്നതിന് മുമ്പ് പോവാൻ നോക്ക് മനുഷ്യ. എടി അതല്ല, എനിക്ക് നിന്നൊക്കെ ഒന്ന് കാണാൻ എന്തോ ചെയ്യടി. പത്തിരി ചുണ്ടിപ്പോ എറുന്നിങ്ങ് വീഴും. പെട്ടി എടുത്തോട്ട് പോവാൻ നോക്ക്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. പൊക്കോണം മര്യാദയ്ക്ക്. ഞാൻ പോകുന്നില്ല. നിന്നോടാന്ന് പറഞ്ഞോളി ആവശ്യമില്ലാത്ത സാധനം ഇവിടെ കൊണ്ടിറക്കി. ഞാൻ ഫോൺ വന്നപ്പോ അറിയാതെ കൊണ്ടുവച്ചു. പോളിസ്റ്റർ പാന്റ് ഉരുകി പിടിച്ചെന്നാ തോന്നുന്നു. നോക്കണേ. അതെ, എന്തോടി അച്ചാറാണോ തൊട്ട് തക്കാൻ? അതല്ല, ചൂടുണ്ടോ നോക്കിയതോ മനുഷ്യ. അയ്യോ, പതുക്കെ ഒന്ന് ഇളക്കി നോക്കട്ടെ. അതെ, കുറച്ച് മണ്ണെണ്ണ കോരി ഒഴിക്കട്ടെ. അയ്യോ, മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനാണോടി? അതല്ല മനുഷ്യ, പണ്ട് എന്റെ അപ്പൂപ്പന്റെ കാലെ കൊളയട്ട കടിച്ചപ്പോഴേ മണ്ണെണ്ണ ഒഴിച്ചപ്പോഴാ അത് വിട്ടത്. കൊളയട്ടയാണോടി ഇവിടെ ഇരിക്കുന്നേ? ഞാൻ പതുക്കെ ഇങ്ങോട്ട് നിളക്കാം. നിങ്ങൾ ബാക്ക് കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. എനിക്ക് പെട്ടെന്ന് ഷൈൻഡോൺ ചാക്കോയെ ഓർമ്മ വന്നു കേട്ടോ. ഞാൻ പതുക്കെ ഒന്ന് ഇളക്കാവേ. അത് 5-ലാ കിടന്ന് കറങ്ങുന്നത്. കൊച്ചു മുള്ളിട്ട് വെച്ച സ്നാക്കിയാ മനുഷ്യ. അയ്യോ എടി, ഞാൻ എനിക്ക് കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്ന കർച്ചീഫ് തേച്ച് മടക്കി വെച്ചിരിക്കുക. എനിക്ക് വാ കഴുകണം, വെള്ളം വിടാൻ. എവിടൊക്കെ വീശി തരും മനുഷ്യ ഞാന്. ദുശകനം ഇത് പിന്നെ കൊണ്ട് വെച്ചിരിക്കുവാണ് ഇവിടെ. എടി ദുശകനം, ഇനി പോയാൽ ശരിയാത്തില്ല. ഞാൻ പോകുന്നില്ല. ഇതിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ പോകാതെ അങ്ങാണു ഇരുന്ന അടുപ്പിനകത്ത് ചട്ടുകം പഴിപ്പിച്ച് ഞാൻ മറ്റേ സൈഡിൽ കൂടെ വെക്കും. അപ്പൊ എന്നെ ഇവിടുന്ന് നിനക്ക് പറഞ്ഞു വിടണം. നിനക്ക് അല്ലേ പറഞ്ഞു വിടണം. നിങ്ങൾ പോയേ പറ്റൂ. അതെ, ഞാൻ പോവാടി. ഞാൻ പോയാലേ 6 മാസമല്ല 1 വർഷം കഴിയാ തിരിച്ചു വരും. അയ്യോ, നിങ്ങളുടെ ഈ നശിച്ച കൂടി നിർത്തിയിട്ട് നിങ്ങൾ ഈ കുടുംബത്തോട്ട് കേറിയാ മതി. ഞാൻ പോവാ. മോനെ, പപ്പ പോവാടാ. അമ്മയെ നോക്കിക്കോണേ, ഈ കുടുംബം നോക്കിക്കോണേ. 1.5 വയസ്സുള്ള കൊച്ചുകൾ പറയുക കുടുംബം നോക്കണോന്ന്. ഞാൻ പോവാ. വയസ്സുള്ള നിങ്ങൾ ഈ കുടുംബം നോക്കാറുണ്ടോ മനുഷ്യ? ഞാൻ പോവാണെന്ന്. ബൈ ബൈ.
മിണ്ടാതെ നീ എങ്കിലും ഒരു സമാധാനം താടാ. ആ ഉറങ്ങിക്കിടന്ന പട്ടിയും കൂടെ ഉണർത്തി അങ്ങാര്. അയ്യോ അതിന് നന്നെങ്കിലും ഉണ്ട്, നിനക്ക് അതും ഇല്ലല്ലോ. ഒരു നല്ല കാര്യത്തിന് പോവല്ലേ, ഞാൻ പ്രാർത്ഥിച്ചിട്ടേ പോകുന്നു. അത് ശരിയാ എന്റെ ദൈവമേ. കുഞ്ഞും കിടന്ന് കരയുന്നു. ഓ ഒരു സൈഡിൽ പട്ടി ഒരു സൈഡിൽ കുട്ടി, ഒന്ന് പ്രാർത്ഥിക്കാൻ സമ്മതിക്കുന്നില്ല. പ്രാർത്ഥിക്കും നല്ലപോലെ പ്രാർത്ഥിക്കും. ഞാൻ ഡീഅഡിക്ഷൻ സെന്ററിൽ പോവാണ്, എന്നെ കാത്തോളണമേ. ഷർട്ട് എടുത്ത് വെക്കുന്ന കാര്യം ഇപ്പഴാ ഞാൻ ഓർത്തത്. എന്റെ വീട്ടുകാരെ എന്തുവാ മാറിയേ? ഷർട്ട് എടുത്ത് വെക്കട്ടെ മനുഷ്യ. എനിക്ക് ഈ ഷർട്ട് ഇഷ്ടമല്ല, ഈ ഷർട്ട് ഞാൻ ഇടത്തില്ല. പെട്ടിക്കകത്തോട്ട് ഷർട്ട് എടുത്ത് വെക്കട്ടെന്ന്. എടി പെട്ടിന്ന് പറയും. പെട്ടി ഇങ്ങോട്ട് താ മനുഷ്യ. പെട്ടിന്ന് പറയും. പെട്ടി ഇങ്ങോട്ട് താ മനുഷ്യ. എന്നോട് പെട്ടിന്ന് വിടാനാ പറഞ്ഞേ. ഈ പെട്ടിക്കകത്തപ്പോ എന്തോ ഉണ്ട്. ഈ പെട്ടിക്കകത്ത് ഷട്ടിയുണ്ട്. എന്റെ ഷട്ടി ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലടി. ഷട്ടി നിങ്ങൾക്ക് ഇടുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞെങ്കിൽ ഞാനത് വിശ്വസിച്ചു. ഞാൻ തുറക്കും, ഞാനത് കൊണ്ടുപോയി. അയ്യോ പെട്ടിക്കകത്തൊന്നുമില്ല, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ എത്ര പറഞ്ഞാലിത് എന്തോന്നാ ഇത്? എന്തുവാ ഇത്? എടീ 2 ദിവസത്തെ ദൂരയാത്രയാ. ഞാൻ ഈ വണ്ടി വായി നോക്കിയിരിക്കണ്ടേ, അപ്പൊ എന്തെങ്കിലും വായിലിട്ട് ഞാൻ കുറിക്കണ്ടേ, അതിന് മേടിച്ച് വെച്ചതാ. കുറിക്കണം, നല്ലപോലെ കുറിക്കണം. ഇതെന്തുവാ ഇത്? ആലപ്പടക്കോ എന്തോന്നാ ഇത്? എടി നിന്റെ കൂട്ട് വായിക്ക് രുചിയായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ആഹാരം വെച്ച് തരുന്നവരുണ്ടോ? അപ്പൊ എന്തെങ്കിലും ഇച്ചിരി കഞ്ഞി കിട്ടിയാലേ ഈ അച്ചാറ് കൂട്ടി കഴിക്കാമല്ലോ. അച്ചാറും മിച്ചറും ഒക്കെ കുറിക്കും. ഇങ്ങോട്ട് നോക്ക്. എന്തുവാ ഇത്? ഇതെന്തോത്തിനാന്ന് ഞാൻ ചോദിച്ചേ. എനിക്ക് വെള്ളം കുടിക്കണ്ടേ? എടി എനിക്ക് വെള്ളം കുടിക്കണ്ടേ? അതിന് നിങ്ങൾ പോകുന്ന നാട്ടിലൊന്ന് ഗ്ലാസ് വാങ്ങിക്കാൻ കിട്ടത്തില്ലയോ? അയ്യോ ഈ രാജ്യത്തല്ലേടി ജീവിക്കുന്നേ. എടി എന്തെല്ലാം മാരക രോഗങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കൊറോണ, നിപ്പ, എന്തൊക്കെയാണ്. ഒരാള് കൂച്ച ഗ്ലാസ്, ഞാൻ കൂച്ചത്തില്ല. അയ്യോ കഴിഞ്ഞ ഓണത്തിന് 1 ലിറ്റർ സാധനം എടുത്തിട്ട് ഇവർ 6 പേരും കൂടെ ആ തെങ്ങുംതോട്ടത്തിലിരുന്ന് ഒരൊറ്റ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇട്ട് കടിച്ചു പറിക്കുന്ന ഞാൻ കണ്ടതാ. ഒറ്റ ഗ്ലാസ് നിങ്ങൾ കൂച്ചത്തില്ലല്ലേ? അയ്യോ എന്റെ ദൈവമേ, എന്തോന്നാ ഇത്? ഇതെന്തോന്നാ ഇത്? എന്തുവാ? ഇതെങ്ങനെ എന്റെ പെട്ടി വന്ന്? പറന്നു വന്നതായിരിക്കും. ഇതെന്തുവാ ഇത്? എടാ ഇത് പറന്നു വന്നതല്ലടാ. എടാ ഇത് ഞാനേ ആ പെട്ടിക്കകത്ത് എടുത്ത് വെച്ചതാ. പോകുന്ന വഴിക്ക് അങ്ങ് കളഞ്ഞാലോ. നമ്മുടെ ഒരു കൊച്ചു ചേർക്കം വീണ്ടും വളർന്നു വരുന്നുണ്ടല്ലോ, വേറെ മൂത്തവൻ. അവനെങ്ങാണ് ഇത് കണ്ടിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവനെടുത്ത് കുടിച്ച് മുഴുക്കുടിയനായാലോ. ദൈവമേ നിങ്ങൾ കളയണ്ട. കളയുന്നു പോലെ ഞാൻ കളഞ്ഞോളാം. കളയുന്നു. എന്റെ അമ്മച്ചിയോ? അയ്യോ ഞാൻ പോവാടി. നിങ്ങൾ ഇതല്ല ഇതിന്റെ അപ്പുറം കാണിക്കുമെന്ന് എനിക്കറിയാം. ഈ നിമിഷം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. പെട്ടി എടുത്തോണ്ട് ഇതൊക്കെ ഇവിടെ വെയ്. ഇതെല്ലാം ഇവിടെ വെയ്. ആ തുണി പറക്കി ഇതിനകത്ത് വെച്ചിട്ട് പെട്ടി കൊണ്ട് പോവാ. ഞാൻ പോവാടി. ഇതൊക്കെ എന്ത് പാടി ഇത്? ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് പോകാൻ നോക്കു മനുഷ്യ. ഞാൻ പോവാ. അയ്യോ കൃമി എന്റെ കൂട്ടുകാരൻ കൃമി. എടി ഞാൻ ഡീഅഡിക്ഷൻ സെന്ററിൽ പോവാന്ന് അറിഞ്ഞിട്ട് അവൻ എന്നെ കാണാന് ചങ്ക് പൊട്ടി കേറി വരുവാടി. കൃമി ബാബു. ഞാൻ കേട്ടതൊക്കെ സത്യാണോ അളിയൻ പ്രിയദർശൻ സെന്ററിൽ പോന്ന് പറഞ്ഞ്? അല്ല കള്ളുകൂടിയൊക്കെ നിർത്തി അവിടെ കണ്ട് പോന്ന് പറഞ്ഞ്. അതായിരുന്നു. എന്റെ അളിയ എങ്ങോട്ടും പോകരുത്, എന്റെ ഒറ്റയ്ക്കാക്കിട്ട് അളി എങ്ങോട്ടും പോകരുത് അളിയ. ഈ കീടം ഇല്ലെങ്കിൽ ഈ കൃമി ഇല്ലളിയ, ഈ കൃമി ഇല്ലെങ്കിൽ ഈ കീടവും ഇല്ലളിയ. കണ്ടോടി അവന്റെ സ്നേഹം കണ്ടോ? എടി ഞങ്ങൾ ഒരു അമ്മയുടെ വയറ്റിൽ പിറന്നവരല്ല. ഒരു നേരത്തെ ആഹാരം
ഞാനവന് മേടിച്ചു കൊടുത്തിട്ടില്ലേ. പക്ഷേ ഞങ്ങളുടെ ബന്ധം എന്താണെന്ന് നിനക്കറിയോ? എടി 200 രൂപയുടെ ഷെയറിൽ തുടങ്ങിയ ബന്ധമാണ് ഈ ഞങ്ങളുടെ ബന്ധം. ആണോ ഇല്ലല്ലോ മനുഷ്യ. ദേ ഈ ബന്ധവും പറഞ്ഞോണ്ട് ഇവിടെ കാണാൻ നിൽക്കാതെ ഈ പെട്ടി എടുത്തോണ്ട് പോകാൻ നോക്ക് നിങ്ങൾ. ഞാൻ പോവാ. അളിയ അളിയ എവിടെ പോവാനളിയ? ഞാൻ പോവാ. അളിയ എങ്ങോട്ടും പോകണ്ടളിയ. ഞാൻ പെങ്ങളെ ഞാൻ പറഞ്ഞ മനസ്സിലാക്കാം. അളിയ മാറിയ ഈ പറഞ്ഞാൽ കേൾക്കുന്ന നല്ല പെങ്ങളാണെങ്കിൽ പറഞ്ഞു നോക്കണം. തകള 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 തകള. ഞാൻ കുടിച്ചോട്ട് പറയല്ല. അയ്യോ ഇന്നേ വരെ ഒരു കുടിയന്മാരും ഈ ലോകത്ത് പറയാത്ത ഫ്രഷ് കോമഡി പറ. പിന്നെ പെങ്ങളെ ഇവനെ എങ്ങോട്ട് വിടാൻ പോവുക? ഇവനെ എങ്ങോട്ടും വിടണ്ട. ഇവനെ എന്റെ കൂടെ വിട്. ഞാൻ കൊണ്ടുപോയിട്ട് നേരെ ആയിക്കൊണ്ടുവരാം. അയ്യോ ആദ്യം നിങ്ങളൊന്ന് നേരെ നിക്ക്. ദേ നിങ്ങളെ ഞാൻ ഇന്ന് വരെ അണ്ണാനെ വിളിച്ചിട്ടുള്ളൂ. എന്നെ കൊണ്ട് മാറ്റി വിളിപ്പിക്കരുത്. ഞാൻ പറഞ്ഞു വേണ്ട കേട്ടോ. വേണ്ടേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇങ്ങാര് പറയുന്നത് കേട്ട് നിങ്ങൾ ഇവിടെ നിൽക്കാനാണ് പരിപാടിയെങ്കിൽ വണ്ടി വിട്, ഇറങ്ങി പോവാൻ നോക്ക്. ഞാൻ പോവാ. ആ പോ. ആ നീ എന്നെ ഓടിച്ചു വിടൊന്നും വേണ്ട, എനിക്കറിയാൻ പോവാൻ. ആ പോ. ടോണി ഒരു മിനിറ്റ് ഇതൊന്നും നില്ലടാ. ഇത് മറികടന്ന് ഇവനെ മറികടന്ന് നിനക്ക് പോവാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് പോടാ. ഈ പാനപാത്രം തിരിച്ചെടുക്കേണമേ. റോമൻ സാമ്രാജ്യത്തിലെ പടയാളികളുടെ കുന്തമുനയേക്കാൾ മൂർച്ചയുണ്ട് ഇവിടെ വാക്കിന്. രാജകിങ്കരന്മാരെ ഇവിടെ നാവും നരി. വീട്ടുകാരെ വന്നിട്ട് ബൈബിൾ ആരെ കളിക്കുന്നോടാ? പിന്നെ ഇവിടെ കിടന്ന് കാണിക്കുന്നെന്തോ? പിന്നെ എന്റെ നാവെല്ലാം കൂടെ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ നാവ് അരിയണോ 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 എന്ന് പറഞ്ഞു. മനുഷ്യ ഈ കുടിയന്റെ വാക്കും കേട്ടോണ്ട് നിങ്ങൾ ഈ കുപ്പിയിലെങ്ങാനും തൊട്ട തൊടുവോ? എന്റെ കൂട്ടുകാരനാ നീ കുപ്പിയിൽ തൊടുകൂടിയ തൊടും തൊടുവോ? തൊടും തൊടും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാം. ഞാനും കുടിക്കണം, നീയും കുടിക്കണം. എന്തൊരു ഭ്രാന്താണ് നീ കാണിച്ചത്? എന്താണ് എടുത്ത് കളഞ്ഞത്? എടാ ഞാനെങ്കിലും കുടിക്കത്തില്ല. കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള പൈസക്ക് മേടിച്ചിട്ടുണ്ട് സാധനോടാ. ഇനി ഒരു രാത്രി അടിക്കാൻ സാധനവും ഇല്ല കറണ്ടും ഇല്ല. നീ എന്റെ കൂട്ടുകാരനായത് കൊണ്ട് മാത്രം നിന്നെ ഞാനൊന്നും പറഞ്ഞേക്കാം. ഇനി ഞാൻ ഇവിടെ പോടാ. അവൻ പോയി, എല്ലാം പോട്ടെ, ഞാൻ പോവാടി. അതെ നിങ്ങളൊന്ന് നിന്നേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ഡി അഡിക്ഷൻ സെന്ററിലൊന്നും പോവണ്ട. എന്താ? അതെ ഈ ഒരു കുപ്പി പൊട്ടിച്ച് കളയാൻ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ ഈ വീട്ടിൽ നിന്നോണ്ട് തന്നെ നിങ്ങളുടെ കുടി നിർത്താനും പറ്റും. അതെനിക്ക് ഉറപ്പാ. ചേട്ടന് സന്തോഷമായോ? ചേട്ടന് സന്തോഷമായോ? വേറെ സാധനം കിട്ടിയിടാ. നമുക്ക് അടിക്കാടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.